നമസ്കാരം. വ്യത്യസ്തമായ ആഹാരം നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ ഹെൽത്തി ആയിരിക്കുകയും വേണം. അങ്ങനെ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിനെ തമിഴ് ഒറിജിനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പലഹാരമാണ്. പേര് വട്ടലപ്പം. പക്ഷേ എനിക്കൊരു ഹെൽത്തി പുഡിംഗ് ഇതിനെ വിളിക്കാനാണ് ഇഷ്ടം. കാരണം പുഡിങ്ങിൻ്റെ രീതിയിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ചൈന ഗ്രാസ്, പഞ്ചസാര, പാല് ഇതൊന്നുമില്ല. ഇതിന് പകരം നമ്മുടെ കേരളീയമായ ചില ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. പക്ഷേ തമിഴ് ഒറിജിൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം തമിഴ് ചാനലിലാണത് കണ്ടത്, അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടത് ഇത് കരിപ്പെട്ടി തന്നെ വേണം. കരിപ്പെട്ടി പോലും ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഇനി നല്ല കരിപ്പെട്ടി കിട്ടാനില്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. ഒരു ഗ്ലാസ്, ഏകദേശം ഒരു ഗ്ലാസ് ഉണ്ട്, അത് ഇട്ടു. ഒരു ഗ്ലാസ് ഇട്ടു. പിന്നെ ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇവിടെ കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു, കാരണം ഇന്നലെ തേങ്ങ ഇട്ടിട്ടേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇളവൻ തേങ്ങയായിരുന്നു. അപ്പോൾ ഇളവൻ തേങ്ങ ആകുമ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് കുറുപ്പ്, തേങ്ങയും കൂടെ കുറച്ച് അരഞ്ഞ് വരും. അപ്പം ഇത് ചെറിയ ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ വിസ്ക് കാണാനില്ല. ചെറിയ ഇലക്ട്രിക് ബീറ്റർ കേടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ ഒരു എന്തായാലും പറയാം, ബ്ലെൻഡറും ഹാൻഡ് മിക്സർ തപ്പിയെടുത്തിട്ട് ഇട്ടേക്കുവാണ്. ഒരുപാടിട്ട് ഇളക്കരുത്, ഒരുപാടിട്ട് പതപ്പിക്കരുത്. ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് അരിയിക്കണം ആദ്യം. ഇതിപ്പം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താ തരികളൊന്നും ഇല്ലാതെ, അടിയിൽ അതിൻ്റെ തരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിന് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 കോഴിമുട്ട. ചെറിയ കോഴിമുട്ടയാണ്, 4 സാലഡ്. വളരെ ചെറിയ കോഴിമുട്ട. അടിയിട്ടാലും തരക്കേടില്ലാന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ അധികം ഇടുന്നില്ല. മുട്ടയുടെ ടേസ്റ്റ് അധികം വരുന്നുണ്ട്. ശരിക്കും ഇതൊരു 3 ഇൻഗ്രീഡിയൻറ്റ് പുഡിംഗ് ആണ്. പക്ഷേ നമുക്ക് ആ മുട്ടയുടെ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വനില എസൻസോ ലേശം ഏലക്ക പൊടിച്ചതോ ചേർക്കാം. പിന്നെ മുട്ട ഇതിനകത്തിൽ അടിച്ച് ചേർക്കുമ്പോൾ ബീറ്റ് ചെയ്ത് ചേർക്കരുത്. വെറുതെ ഇങ്ങനെ ഇളക്കിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചർ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്ന്. എനിക്ക് വളരെ 2-3 മാസം മുമ്പ് കണ്ട ഒരു റെസിപ്പി. പക്ഷേ തേങ്ങ ഇട്ടത് 2-3 മാസത്തിന് ശേഷമാണ്. ഇപ്പോൾ അതുകൊണ്ട് ഫ്രഷ് തേങ്ങാപ്പാലിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഇതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം, പക്ഷേ ബീറ്റ് ആകരുത്. കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ബീറ്റായി പോകരുത്. നല്ലതുപോലെ പതുക്കെ വിസ്ക് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇതിനെ ഒട്ടും ബീറ്റായി പോകാതെ ശ്രദ്ധാപൂർവം മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ലേശം വനില എസൻസ്, ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ചേർക്കാം. എനിക്ക് ഏലക്കായുടെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. വനില എസൻസ് കണ്ടിട്ട് പതുക്കെ ഒന്നുകൂടി മിക്സ് ആക്കുക. ഇത്ര മതി. ഇനി ഇത് അരിച്ച് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പാത്രം തന്നെ നെയ്യ് പുരട്ടിയ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു നുള്ളുപ്പിടണം. അതിടാൻ പറയാൻ മറന്നുപോയത് ഞാൻ. അത് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതൊരു അരിപ്പയിൽ കൂടി നെയ്യ് പുരട്ടിയ ബേക്കിംഗ് ട്രേയോ എന്തെങ്കിലും പാത്രം, എന്ത് പാത്രമായാലും മതി, സ്റ്റീലിൻ്റെയോ. നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് നന്നായിട്ടിങ്ങനെ അരിപ്പയിൽ കൂടി നല്ലോണം ഇളക്കി കൊടുത്ത്. കാരണം കരിപ്പെട്ടി, അഴുക്കില്ലാത്ത കരിപ്പെട്ടി, ശുദ്ധി ചെയ്ത കരിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്രാൻഡ് കരിപ്പെട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എൻഗേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയല്ല,
നമ്മൾ അത്ര കാര്യമായിട്ട് അതിങ്ങനെ അങ്ങോട്ട് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് മുട്ടയുടെ ചില ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ശരിയായിട്ട് മിക്സ് ആകാതെ കിടപ്പുണ്ടെങ്കിൽ അതും അങ്ങനെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം അത് തിളപ്പിച്ച് അരിച്ചെടുക്കുക. കുറച്ച് വലിയൊരു അരിപ്പ ഈ വലിയ കണ്ണുള്ള അരിപ്പ എടുക്കുന്നത് നല്ലതാണ്. അപ്പം ചെറിയ കണ്ണുള്ള ചായ അരിപ്പയിൽ കൂടി കിട്ടാൻ പ്രയാസമായിരിക്കും ഇത്. ഇത് കണ്ടില്ലേ, കുറച്ച് ഒരു തരി ഒക്കെ ഉണ്ടായിരുന്നു മുട്ടയുടെ ആവശ്യമൊന്നും ശരിക്കും. പിന്നെ അത് തന്നെയല്ല ഇതിനകത്ത് ഇത്രയും കട്ടി കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ചൊരു ഇളവൻ തേങ്ങയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കുറച്ച് തേങ്ങ അരഞ്ഞൊരു അല്പം അരഞ്ഞ് പോകും പാലെടുക്കുമ്പോൾ, മിക്സിയിൽ പാലെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ അങ്ങനെ വേസ്റ്റ് വരേണ്ടതല്ല. അപ്പോൾ ഇതിനി നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീമർ ആവി വരാൻ തുടങ്ങി. ഞാനൊന്ന് കുറച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഒന്നുമല്ല, ഒരു കാര്യം വന്നുപോയി, അലൂമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് പൊടിയിട്ട് സ്റ്റീമറിലേക്ക് അങ്ങ് വെക്കുക. സ്റ്റീമർ അടച്ചു. ഒരു 20 to 25 മിനിറ്റ്സോളം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കണം എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം, 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മീഡിയം ഫ്ലെയിമിലായിട്ടിരുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഫുൾ ഫ്ലെയിമിലിട്ടു. ഇനി നോക്കാം. നന്നായി ആയിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. ഇനി ഇതെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ അപ്പിയറൻസ്. നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് പുഡിങ് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് പണിക്കാരും 5:30 ആകുമ്പോൾ പണി കഴിഞ്ഞ് പോകും. അപ്പോൾ അവർ ഇന്ന് ഇത്തിരി നേരത്തെ പോകാനിറങ്ങി. അപ്പോൾ ഞാൻ അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്സ് പോലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ല. അരമണിക്കൂർ തന്നെ ചൂട് പോയിട്ടില്ലായിരുന്നു. ശരിക്കും ഒരു മണിക്കൂർ പുറത്ത് വെച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നല്ല ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഡീമോൾഡ് ചെയ്തപ്പം ചെറുതായിരുന്നു മുറിഞ്ഞു പോയി. പക്ഷേ കുറച്ച് ഭാഗം നന്നായിട്ട് കിട്ടി. അവർക്കുള്ളത് നന്നായി കൊടുത്തു വിടാമല്ലോ, അതല്ലേ ആവശ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല രുചിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.